തീർച്ചയായിട്ടും ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചെന്ന് പറഞ്ഞു സ്വകാര്യ നിക്ഷേപങ്ങളെ മുഴുവൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ബജറ്റ് എന്ന് പറഞ്ഞത്. ശരിയാണ്. അല്ല, കേൾക്ക്, അദ്ദേഹത്തിന്റെ ആക്ഷേപത്തെ ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുന്നു. സ്വകാര്യ നിക്ഷേപം ഇവിടെ ഉണ്ടാവണം. ഈ 87,000 കോടി രൂപയുടെ കടവും ഇപ്പൊ കൊടുക്കേണ്ട ബാധ്യതയും 5 ലക്ഷം കോടി രൂപയുടെ കടവുള്ള ഒരു സംസ്ഥാനത്തിന് ഏത് കാര്യമാണ് ഒരു സെക്ടറിൽ, പബ്ലിക് സെക്ടറിൽ തുടങ്ങാൻ പറ്റുന്നത്? ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ? ഇവിടെ മത്സരിക്കുകയാണ് സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ. ഓരോ ഇൻവെസ്റ്ററേയും കൊണ്ടുപോകുന്നതിന് വേണ്ടി തമിഴ്നാടും കർണാടകയും മഹാരാഷ്ട്രയും തെലങ്കാനയും ആന്ധ്രയും ഹരിയാനയും എല്ലാവരും മത്സരിക്കുകയാണ്. ഇവിടെ വരാൻ പാടില്ല ആരും. അതല്ല ഞങ്ങളുടെ നയം. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കും, ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കും. അതുവഴിയേ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. പ്രൈവറ്റൈസേഷൻ എവിടെയാണ് ഉണ്ടാക്കിയത്? അല്ലെ, ഏത് മേഖലയാണ് സ്വകാര്യവൽക്കരിച്ചത്? KSRTC സ്വകാര്യവൽക്കരിച്ചോ? വാട്ടർ അതോറിറ്റി സ്വകാര്യവൽക്കരിച്ചോ? ഒരു മേഖലയും സ്വകാര്യവൽക്കരിച്ചിട്ടില്ല. ഒരു മേഖലയും സ്വകാര്യവൽക്കരിക്കും എന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടില്ല. തുറമുഖങ്ങളെ അല്ല, തുറമുഖം കോൺഗ്രസിൻ്റെതായ കർണാടകത്തിൽ കോൺഗ്രസ് ഇത് തന്നെ ചെയ്യുന്നത്, തെലങ്കാനയിൽ ഇത് തന്നെ. ആ നയത്തിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നയവും കേരളത്തിലില്ല. കോൺഗ്രസിന്റെ നയം ഇത് തന്നെ. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും ഭംഗിയായിട്ട് ഈ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നിരുന്നത്. പിന്നെ തുറമുഖത്ത് പ്രൈവറ്റൈസേഷൻ, അദാനി ഇവിടെ പോർട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എടുത്ത പിണറായി വിജയനാണ് വന്നിട്ട് സ്വകാര്യ മേഖല. ഞാൻ ചോദിക്കട്ടെ, പോർട്ടിൽ നിക്ഷേപിക്കാനുള്ള പണം സംസ്ഥാനത്തിനുണ്ടോ? പോർട്ടിന്റെ വികസനത്തിന് വേണ്ടി ഒരു ലോജിസ്റ്റിക്സ് തുടങ്ങാൻ, വിഴിഞ്ഞത്ത് നിന്ന് കാസർഗോഡേക്ക് ഒരു ലോജിസ്റ്റിക്സ് തുടങ്ങാൻ, ഒരു ബാർജ് ലോജിസ്റ്റിക്സ് തുടങ്ങാൻ, ഒരു ഷിപ്പിൽ ലോജിസ്റ്റിക്സ് തുടങ്ങാനുള്ള കപ്പാസിറ്റി സ്റ്റേറ്റിനുണ്ടോ? അപ്പൊ അവിടെ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവന്ന് അവിടെ മത്സരം ഉണ്ടാക്കി ആ സ്വകാര്യ നിക്ഷേപത്തിലൂടെ ബാർജ് ലോജിസ്റ്റിക്സും വെസൽ ലോജിസ്റ്റിക്സും തുടങ്ങും. അവിടെ ഒരു സംശയം വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.